നമസ്കാരം. ദക്ഷിണയിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ആരാണ്? അവരിൽ കുടികൊള്ളുന്ന യഥാർത്ഥ ചൈതന്യവിശേഷങ്ങൾ എന്താണ്? ഇക്കാര്യം അതിമനോഹരമായി വ്യക്തമാക്കുന്ന ഏതാനും വരികൾ അധ്യാത്മരാമായണത്തിലുണ്ട്. ഒരുപക്ഷെ പാരായണം ചെയ്തു പോകുന്നതിനിടെ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഏതാനും വരികൾ. ആ വരികളുടെ ഉപാസനാപരവും തന്ത്രശാസ്ത്രപരവുമായ പ്രത്യേകതകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും പല ആചാര്യന്മാരും സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വരികൾ ഒന്ന് കേൾക്കാം. ആദ്യം ശ്രീരാമ പ്രാർത്ഥന, അതിനുശേഷം ആ വരികൾ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാരായണൻ നീ രമാദേവി ജാനകി, മാരാരിയും നീ ഉമാദേവി ജാനകി, സാരസസംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി, ആദിത്യനല്ലോ ഭവാൻ പ്രഭ ജാനകി, ശീതകിരണൻ നീ രോഹിണി ജാനകി, ആദിതേയാധിപൻ നീശജി ജാനകി, ജാതവേദസ്സു നീ സ്വാഹാ മഹീസുത, അർക്കജന്നീ ദണ്ഡനീതിയും ജാനകി, രക്ഷോവരൻ ഭവാൻ താമസി ജാനകി, പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി, ശക്രദൂതൻ നീ സദാഗതി ജാനകി, രാജരാജൻ ഭവാൻ സമ്പത്കരി സീത, രാജരാജൻ നീ വസുന്ധര ജാനകി, രാജപ്രവര കുമാരാ രഘുപതേ, രാജീവലോചന രാമദയാനിധേ, രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി, സ്വർദ്രുമം നീലദാരൂപിണി ജാനകി, വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സദ്ഗുണവാരിധേ, യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തത്സർവവുമേവ നീ, ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും, നിങ്ങളിരുവരുമെന്നിയേ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ, അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗത്പദേ. ഇവിടെ ആദ്യം ശ്രീരാമചന്ദ്രനെ സാക്ഷാൽ ശ്രീനാരായണനായും
ജാനകീദേവിയെ ലക്ഷ്മീദേവിയായും തിരിച്ചറിയുന്നു. അതിനുശേഷം ശ്രീപാർവതിയായും ശ്രീപരമേശ്വരനായും സീതാരാമന്മാരെ കാണുന്നു. പിന്നെ ബ്രഹ്മാവായും സരസ്വതീദേവിയായും ആദിത്യനായും ആദിത്യപത്നിയായ പ്രഭയായും ചന്ദ്രനായും ചന്ദ്രൻ്റെ പ്രിയതമയായ രോഹിണിയായും ശ്രീരാമനെയും സീതയെയും അറിയുന്നു. ഇന്ദ്രനായും ശചീദേവിയായും അഗ്നിയായും സ്വാഹാദേവിയായും അവരെ അറിയുന്നു. അർക്കജൻ അഥവാ കാലനായും കാലൻ നടപ്പാക്കുന്ന നീതിയായും അവരെ അറിയുന്നു. ഭഗവാനെ വായുവായും സീതയെ അതിൻ്റെ സദാഗതിയുമായും അറിയുന്നു. കുബേരനായും കുബേരനിൽ കുടികൊള്ളുന്ന സമ്പത്തായും അവരെ കാണുന്നു. ഏറ്റവും ഒടുവിൽ ശ്രീരാമചന്ദ്രനെ സാക്ഷാൽ രുദ്രനായി ശ്രീപരമേശ്വരനായി കാണുന്നു, അറിയുന്നു, ഉൾക്കൊള്ളുന്നു. ജാനകിയെ രുദ്രാണിയായി അറിഞ്ഞുൾക്കൊള്ളുന്നു. സ്വർഗവൃക്ഷമായി ശ്രീരാമനെ കാണുമ്പോൾ അതിൽ പടർന്നു കയറുന്ന ലതാരൂപിണിയായി സീതയെ അറിയുന്നു. അയോധ്യാകാന്ഡത്തിലെ സമ്മോഹനമായ ഈ വരികൾക്ക് ഉപാസനാപരമായും തന്ത്രശാസ്ത്രപരമായും ഒരുപാട് അർത്ഥതലങ്ങളാണുള്ളത്. പ്രപഞ്ചമാകെ നിറഞ്ഞു വിളങ്ങുന്ന പുരുഷ ചൈതന്യമായി, ദേവചൈതന്യമായി ഭഗവാനെ അറിയുക. ആ ദേവചൈതന്യത്തെ സത്യോന്മുഖമാക്കുന്ന ദേവീ ചൈതന്യമാണ്, ശക്തിയാണ് സീത എന്നറിയുക. പ്രപഞ്ചമാകെ നിറഞ്ഞു വിളങ്ങുന്ന മഹാനാരായണൻ, മഹാലക്ഷ്മി, ശിവകാമേശ്വരൻ, ശിവശക്തി ഐക്യസ്വരൂപിണി, ഉപാസനയുടെ പരമകാഷ്ഠയിൽ നാം എത്തിച്ചേരുന്ന മഹത്തായ തലം, അതാണ് ഈ വരികൾ നമ്മോട് പറയുന്നത്. നാരായണൻ നീ രമാദേവി ജാനകി, മാരാരിയും നീ ഉമാദേവി ജാനകി, സാരസ സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി, ആദിത്യനല്ലോ ഭവാൻ പ്രഭ ജാനകി, ശീതകിരണൻ നീ രോഹിണി ജാനകി, ആദിതേയാധിപൻ നീശജി ജാനകി, ജാതവേദസ്സു നീ സ്വാഹാമഹീസുത, അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി, രക്ഷോവരൻ ഭവാൻ താമസി ജാനകി, പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി, ശക്രദൂതൻ നീ സദാഗതി ജാനകി, രാജരാജൻ ഭവാൻ സമ്പത്കരി സീത, രാജരാജൻ നീ വസുന്ധര ജാനകി, രാജപ്രവര കുമാരാ രഘുപതേ, രാജീവലോചന രാമദയാനിധേ, രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി, സ്വർദ്രുമം നീലദാരൂപിണി ജാനകി, വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സദ്ഗുണവാരിധേ, യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തത്സർവവുമേവ നീ, ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും, നിങ്ങളിരുവരുമെന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ, അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗത്പദേ.